ഹിന്ദി ഹൃദയഭൂമിയിൽ അടിപതറി വീണുപോയ കോൺഗ്രസിനെ വീണെടുത്തിട്ട് ചവിട്ടുന്ന പരിപാടിയായിപ്പോയി DMKയുടെ MP ആയ ഡോക്ടർ DNV സെന്തിൽകുമാർ ചെയ്തത്. അദ്ദേഹം ലോക്സഭയിൽ നടത്തിയ പ്രസംഗം ഒരിക്കലും ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയാത്തതാണ്. സനാതനധർമ്മത്തെക്കുറിച്ച് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞപ്പോൾ അതിനെ പിന്തുണച്ചിരുന്ന ആളുകൾ പോലും DNV സെന്തിൽകുമാറിൻ്റെ ഗോമൂത്ര പ്രസംഗത്തെ പാടെ തള്ളിക്കളയുകയാണ്. അത് തിരിച്ചറിഞ്ഞിട്ടാകണം, കോൺഗ്രസിൽ നിന്നുള്ള അതിശക്തമായ സമ്മർദ്ദം ഉണ്ടായിട്ടാകണം അദ്ദേഹം പാർലമെൻറ്റിന് പുറത്ത് താൻ നടത്തിയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വിശേഷിപ്പിക്കാൻ ഇനി മറ്റെന്തെങ്കിലും കണ്ടെത്തിക്കൊള്ളാമെന്ന് പറയുകയും ചെയ്തു. People of this country should think that the power of this BJP is only winning elections and mainly in the heartland states of Hindi and what we generally call as the Gomutra states. You cannot come to South India. You see all the results of what happens in Tamil Nadu, Kerala, Andhra, Telangana. Maybe I will try to avoid it next time and I will try to use some other words to mention that what I really meant to say, that where the BJP is strong in getting their votes and this thing is. So that is what is the main this thing about. ശരിക്കും DNV സെന്തിൽകുമാർ ഈ ഗോമൂത്ര സംസ്ഥാനങ്ങൾ എന്നു നടത്തിയ പരാമർശം ഏതെങ്കിലും ഒരു മതത്തെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തെയോ ബാധിക്കുന്നതല്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംസ്കാരത്തെ ബാധിക്കുന്നതാണ്. ശരിക്കും ആ 3 സംസ്ഥാനങ്ങളും കോൺഗ്രസ് ഭരിച്ചിട്ടുള്ള ഇടങ്ങളാണ്. അതിൽ 2 കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. താൽക്കാലിക മുഖ്യമന്ത്രിമാർ കോൺഗ്രസിൻ്റേത് തന്നെയാണ്. അത്തരം ഇടങ്ങളെ അത് ഗോമൂത്ര സംസ്ഥാനങ്ങളായതുകൊണ്ടാണ് BJP ജയിച്ചത് എന്ന് പറയുന്നത് അരോചകമാണ്, ജനാധിപത്യത്തിൽ അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇപ്പോൾ സനാതനധർമ്മത്തെക്കുറിച്ച് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് ഇപ്പോഴുണ്ടായതുപോലെ ഒരു കടുത്ത സമ്മർദ്ദമോ പ്രതിഷേധമോ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇതുണ്ടാക്കുന്ന അപകടം മറ്റൊന്നാണ്. കുറേ സംസ്ഥാനത്തെ മുഴുവൻ ജനതയെയും തള്ളിപ്പറയുകയാണ്. അവർ കഴിഞ്ഞ തവണ കോൺഗ്രസിനെ വിജയിപ്പിച്ചവരാണ്. ഇപ്പോഴും കോൺഗ്രസിന് 40% വോട്ട് നൽകിയ ജനതയാണ്. ആ ജനതയെ മുഴുവൻ ഗോമൂത്ര സംസ്ഥാനമെന്ന് വിശേഷിപ്പിച്ചാൽ ശരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒരു തിരിച്ചുവരവ് സാധ്യമാക്കണമെന്ന ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രസംഗമുണ്ടാക്കുന്ന അപകടം ചെറുതല്ല. അതുമാത്രവുമല്ല, നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യ എന്ന് പറഞ്ഞ് ഒരു വിഭജനം അതിനകത്ത് ഉണ്ടാക്കി വയ്ക്കുന്നതേ ശരിയല്ല. ഇപ്പോൾ ഇദ്ദേഹം സെന്തിൽകുമാറിൻ്റെ ആ പ്രസംഗം കേട്ടാൽ അറിയാം, അദ്ദേഹം തമിഴ്നാടും കർണാടകയും കേരളവും ആന്ധ്രയും തെലങ്കാനയും അടങ്ങുന്ന ദക്ഷിണേന്ത്യയിൽ BJPക്ക് വേരുറപ്പിക്കാൻ സാധിക്കുന്നില്ല, പക്ഷേ ചില ഗോമൂത്ര സംസ്ഥാനങ്ങളിൽ ജയിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന് DMKയെ സംബന്ധിച്ചിടത്തോളം അത് ഓക്കെ, അവർക്ക് കൂടുതൽ വോട്ടും കിട്ടും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഒരിക്കലും ദക്ഷിണേന്ത്യ കൊണ്ട് മാത്രം നരേന്ദ്രമോദിക്കെതിരായി ദേശീയ തലത്തിൽ ഒരു ബദലായി മാറാൻ കഴിയില്ല. BJPയെ തോൽപ്പിക്കണമെങ്കിൽ കോൺഗ്രസിന് BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഉത്തരേന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലും സീറ്റുണ്ടാകണം. രാജസ്ഥാനിൽ വേണം, ഛത്തീസ്ഗഡിൽ വേണം, മധ്യപ്രദേശിൽ വേണം, ഹിമാചൽ പ്രദേശിൽ വേണം, ഉത്തരാഖണ്ഡിൽ വേണം, ഗുജറാത്തിൽ വേണം. അതിനു സാധിക്കണമെങ്കിൽ കോൺഗ്രസ് ആ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേറ്റ തിരിച്ചടികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് തിരികെ വരണം. അങ്ങനെ തിരികെ വരാൻ എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് കോൺഗ്രസിൻ്റെ കരണത്തടിച്ചുകൊണ്ട് ഈ പരാമർശം ഉണ്ടാകുന്നത്. അത് ആ സംസ്ഥാനങ്ങളെ അധിക്ഷേപിക്കുന്നതാണ്. ഹിന്ദി ഹെർട്ട്ലാൻഡിലെ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ അവർ BJPയെ ജയിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് അവർ ഗോമൂത്ര സംസ്ഥാനങ്ങളിൽ പെട്ടവരാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സകലമാന ജനങ്ങളെയും ആക്ഷേപിക്കുന്നതാണ്. നമ്മൾ ഇപ്പോൾ സനാതനധർമ്മത്തിൻ്റെ പേരിൽ ആ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ മാത്രമല്ല ഈ ഒരു ആക്ഷേപത്തിലൂടെ ടാർഗറ്റ് ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം. ഇത് ആ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ആക്ഷേപിക്കുകയാണ്. അവിടെയുള്ളവർ എല്ലാവരും ഈ ഗോമൂത്രവും കൊണ്ട് നടക്കുന്ന ആളുകളാണ് എന്നുള്ള ധ്വനി ഉണ്ടാക്കുകയാണ്. അങ്ങനെ അല്ലാത്ത മനുഷ്യരില്ലേ, ഫ്ലോട്ടിംഗ് വോട്ടുകളാണല്ലോ കഴിഞ്ഞ തവണ കോൺഗ്രസിനെ ജയിപ്പിച്ചതും ഇത്തവണ BJPയെ ജയിപ്പിച്ചതും. അല്ലെങ്കിൽ സ്ഥിരമായി BJP ജയിക്കണ്ടേ, അല്ലെങ്കിൽ സ്ഥിരമായി കോൺഗ്രസ് ജയിക്കണ്ടേ, അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അവിടെയുള്ള മനുഷ്യർ അപ്പോഴപ്പോഴുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി ചിന്തിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ശരിക്കും മുണ്ടുപോക്കി കാണിക്കുന്ന പരിപാടിയാണ് ഈ MP ചെയ്തത്. എന്തായാലും അദ്ദേഹത്തിന് അത് തിരുത്താനുള്ള മനസാന്നിധ്യമുണ്ടായി. കാരണം അത്രമേൽ അപകടകരമായ രീതിയിൽ BJP അതിനെ ഉപയോഗിക്കാൻ തുടങ്ങി. എന്തായാലും തിരുത്താൻ തയ്യാറായി. അത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യം. Sir, first of all, coming to Jammu and Kashmir, seeing it as a union territory, as already said,
it is always the union territory which looks ahead of going into a statehoodship so that they can have more authority. But this is the first instance where we see a state being converted into a union territory. And what is the main reason behind it? The BJP has just won many of these state elections and they have come into this house. They see themselves and their strength is always seen as winning elections after elections and going after micromanagement. But what happens in Jammu and Kashmir? Why are they not able to do that? Since they are not able to do that, they bring a state into a union territory where they can have control over the governor and then they can run the governance through that. If they were capable and if they were very confident of winning Jammu and Kashmir, would they have gone in for a union territory? So that is the main reason that the people of this country should think that the power of this BJP is only winning elections and mainly in the heartland states of Hindi and what we generally call as the Gomutra states. You cannot come to South India. You see all the results of what happens in Tamil Nadu, Kerala, Andhra, Telangana and Karnataka. We are very strong over there. So we will not be surprised if you have an option of converting all these states also into union territory so that you can come into indirect power of coming and having, because you can never dream of setting foot over there and taking control of all these southern states. So having the reservation bill into confidence. So we should first look into the history because the Dravidian ideologies have always been strong and has been pro-reservations. So in the early years, before independence, the country was ruled by a minority of 3% people having a majority stay in all the government jobs, work, everywhere, education. It was the Dravidian ideology, it was our forefathers of DMK, the Justice Party, in the year 1926 that brought in the Reservation Act for work and for education in OBC sectors and for all class people. Till then, it was marginalized and only a section of the people, or 3% majority of the people had the jobs and other things. So in the year 1926 was the first time that in India, in Tamil Nadu, Justice Party brought all these reservations for people so that people from all class can take part in governance. And what happened after that? After India obtained independence in the year 1947, it was struck down by the Madras High Court that these reservations shall not exist anymore. And then again when we went to Supreme Court, the same this thing was done, that it was struck down and no reservation was there. It was our leader, the great Dravidian ideology of Principal Tandai Periyar, who had, along with the then Prime Minister Jawaharlal Nehru and the Law Minister Ambedkar, had gone and sought that we need reservations for work and for education. It is completely necessary. And then after fight, at last the union government under the leadership of Prime Minister Jawaharlal Nehru agreed for reservation in work. But then Tandai Periyar and our leaders then struck it down. They said that if you give reservation only in work, who is educated? It is again only those people who are educated, that 3% of the society will again get work.